ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച. മത്തായി 19 3 മുതൽ 12 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ കുറിച്ച് പരാതിയുമായി മാസ്റ്ററിൻ്റെ അടുക്കൽ ചെന്നു. ഗുരു ക്ഷമയോടെ അവൾ പറഞ്ഞത് കേട്ട് അവസാനം അവളോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നീ ഒരു നല്ല ഭാര്യയാണെങ്കിൽ നിൻ്റെ ദാമ്പത്യം സന്തോഷകരമായിരിക്കും. എനിക്ക് എങ്ങനെ ഒരു നല്ല ഭാര്യയാകാൻ സാധിക്കും? ആ സ്ത്രീ ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, നീ നിൻ്റെ ഭർത്താവിനെ നന്നാക്കാൻ കഠിനമായി ശ്രമിക്കാതിരിക്കുക. നമുക്കറിയാവുന്നതുപോലെ ഇന്നത്തെ ലോകത്ത് വിവാഹമോചനം വളരെ വ്യാപകമാണ്. പല വിധത്തിൽ നമ്മൾ ത്രോ എവേ എറിഞ്ഞു കളയുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുന്നു. ആളൊഴിഞ്ഞ വീടിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീടുകൾ നമുക്ക് അവിടെ എവിടെയും കാണാം. മാലിന്യം ട്രാഷ് കണ്ടെയ്നർ ഇടുന്നതിന് പകരം ദേശീയ പാതയിലേക്ക് വലിച്ചെറിയുന്നു. എന്തെങ്കിലും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മളത് നിരസിക്കുന്നു. ഒരു അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനേക്കാൾ എളുപ്പവും വില കുറഞ്ഞതുമായിരിക്കാം പുതിയതൊന്ന്. ഈ പ്രവണത നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളിലും നമുക്ക് കാണാം. ഒരു ദാമ്പത്യ ബന്ധം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകുന്നതിന് പകരം ദമ്പതികൾ വിവാഹമോചനത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒരു സൗഹൃദം ശരിയാകുന്നില്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചേക്കാം. ഒരു വ്യക്തി എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നതിന് പകരം ആ ബന്ധം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നു. തീർച്ചയായും വ്യക്തിയുമായി ഇത് കൈകാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതും വേദനാജനവുമായിരിക്കും. യേശുവിൻ്റെ കാലത്ത് വിവാഹമോചനം വളരെ വിവാദപരമായ ഒരു വിഷയമായിരുന്നു എന്ന് ഇന്നത്തെ സുവിശേഷ വായന വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. വിവാഹം പവിത്രമാണ്. ദൈവം കൂട്ടിച്ചേർത്തതിനെ ആരും വേർപെടുത്തരുത്. പഴയ നിയമത്തിൽ മോശ വിവാഹമോചനം അനുവദിച്ചതിൻ്റെ കാരണം ആളുകളുടെ ഹൃദയം കഠിനമായതിനാലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളും പ്രതിബദ്ധതകളും വളരെ ഗൗരവമായി എടുക്കാൻ ഇന്ന് യേശു നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വ്യക്തിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലയേറിയ സമ്മാനം ആഴമേറിയതും സ്നേഹനിർഭരവുമായ പ്രതിബദ്ധതയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നാലും സ്നേഹവും ദീർഘവുമായ ബന്ധം, വിവാഹം, സൗഹൃദം, കുടുംബം, സഭാ സമൂഹം മുതലായവ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച, നിങ്ങളെ ചേർത്ത് പിടിച്ച, നിങ്ങളോടൊപ്പം സന്തോഷിക്കുകയും നിങ്ങളോടൊപ്പം വിലപ്പെട്ട നിമിഷങ്ങൾ ആഘോഷിക്കുകയും ചെയ്ത വ്യക്തികളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കൂ. അവരില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഈ ആളുകളുമായി തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസകരമായ പല സന്ദർഭങ്ങളും ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഈ വ്യക്തികൾ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും അവർ നിങ്ങളെ പിന്തുണയ്ക്കുമെന്നും നിങ്ങൾക്കറിയാം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ
അവരുടെ സാന്നിധ്യത്തിന് നന്ദി പറയുക. അവർ നിങ്ങൾക്ക് നൽകിയ നിരവധി സമ്മാനങ്ങൾക്ക് സ്നേഹത്തിന് നന്ദി പറയുക. ഒരുപക്ഷെ ഇന്ന് തന്നെ അവരോട് വ്യക്തിപരമായി നന്ദി പറയാൻ സാധിച്ചാൽ അത് ഏറ്റവും നല്ലൊരു പ്രവൃത്തിയായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.